അപ്പൊ പറ കേക്കട്ടെ. ഞാൻ ഇതുവരെ നാഷണൽ അവാർഡ് കയ്യിൽ തൊട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നാഷണൽ അവാർഡ് വേണം. ആണല്ലേ? എന്താ ചെയ്യേണ്ടതിന് ശരിക്കും? അതിനെ ഞാൻ തുറന്നു പറയാം, എനിക്കൊരു ലക്കിന് കിട്ടിയത് എനിക്കുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. പ്രേതം എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ഓർമ്മിക്കണം. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. പക്ഷെ ഉഗ്രനായിട്ട് ചെയ്തിട്ടില്ലേ? ഉഗ്രനായിട്ട്. പക്ഷെ പിന്നീട് എന്താണ് സജീവമാകാതെ? ആരും വിളിച്ചില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സത്യം ആരും വിളിക്കുന്നില്ല. ആണോ? പക്ഷെ എനിക്ക് ആ ലെവൽ പെർഫോമൻസ് ഒന്നും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഓപ്പോസിറ്റ് ആക്ടർക്ക് വേണം. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. സാരി എന്തോ പ്രശ്നം പറ്റിയെന്ന്. ഒന്നുമില്ല, ഇതിപ്പോ എനിക്കറിയാം. ഞാൻ 2-3 എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ചോദിക്കണത് അടിപൊളി സാരി ഇത് എവിടെന്നാ? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. പ്രേതം അതിൽ ആ ഹീറോയിനൊക്കെ എന്തായിരുന്നു? ഭയങ്കര കേളിയുള്ള കുട്ടിയല്ലേ? അത് പ്രാന്തായി പോയിട്ടോ. എന്റെ ദൈവമേ. ആ കുട്ടി ഇപ്പൊ എവിടെയാ? ആ കുട്ടി ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഭയങ്കര സക്സസ്ഫുൾ ആണ്. ഒരു മിനിറ്റ്, ആ ചങ്ങല ഒന്ന് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. Which tea is the coldest tea ever? ഈ ടീ പറഞ്ഞോണ്ടേയിരിക്കും. ഞാൻ ഇറിറ്റേറ്റ് ചെയ്യും. ഊട്ടി. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. വെറുതെ ശരിക്കും മെന്റലിസം പഠിച്ചായിരുന്നു? അത് ചുമ്മാ അഭിനയിക്കായിരുന്നു? അത്യാവശ്യം പഠിച്ചു. അത്യാവശ്യം കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കൂ. മെന്റലിസത്തിലൂടെ എന്റെ തലയിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ നല്ലൊരു കൈയടി കൊടുക്കാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഇതിന്റെ പാസ്വേഡ് ഒന്ന് മനസ്സിലൊന്ന് 4 ഡിജിറ്റാണ് അല്ലേ? അതെ, 4 ഡിജിറ്റ് കണ്ടുമ്പോ അറിയാം. അത് വലിയ മെന്റലിസം വേണ്ട. വിടേണ്ട സാർ, ഇവനാളൊരു സകല കളകല വല്ലവൻ. എങ്ങനെയാ അത് ചെയ്തത്? നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞു. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. ഞാൻ വന്നപ്പോ തന്നെ ശ്രീനേഷിന്റെ അടുത്ത് ചോദിച്ചു. മിക്കവാറും മെന്റലിസം ഒക്കെ ചെയ്യാൻ പറയും. അതുകൊണ്ട് നീ ആ പാസ്വേഡ് ഒന്നും പിന്നെ നാണക്കെടുത്തി. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന 10,000 rupees ഗിഫ്റ്റ് വൗച്ചർ ആണ്. എപ്പോ വേണമെങ്കിലും യു ക്യാൻ ഗോ ടു ദ സ്റ്റോർ ആൻഡ് ക്ലെയിം ദിസ്. ഇത് കാണിച്ചാൽ മതി. ഇതും കൊണ്ട് ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സീരിയസ് ആയിട്ട് ഇതൊക്കെ ആയിട്ടേ കടയില് ചേട്ടാ എന്ത് കോമഡി ആയിരിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. ഞാൻ പോകുന്നു. ബൈ ബൈ.